ഹലോ, അപ്പോൾ ഫോർമുല റിവിഷൻ സീരീസ് ഡേ 17 ആണ്. ഓക്കെ, അപ്പോൾ ഈ 17 കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഫോർമുല റിവിഷൻ സീരീസ് ഡേ 13 ഒന്ന് പോയി കാണുക. കാരണം അതും ഇതുമായിട്ടൊരു ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ഇവിടെ സർക്കിളുണ്ട്. ഓക്കെ, സർക്കിളിൻ്റെ സെൻറ്ററാണ് ഈ ഒ, ഇവിടെ പി, ഇവിടെ ക്യു ആർ, അങ്ങനെ എടുക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ ഡി സി എന്നും എടുക്കാം. അപ്പോൾ പോയിന്റിൽ നിന്ന് സർക്കിളിനെ തൊട്ട് പോകുന്നതിന് പറയുന്നത് ടാൻജന്റ് എന്നാണെങ്കിൽ, ഇത് കണ്ടോ സർക്കിളിനെ അകത്തൂടെ ഒരു കഷ്ണമാക്കിയാണ് പോകുന്നത്, അതിന് സീക്കൻഡ് എന്നാണ് പറയുക. എന്താണ് പറയുക? സീക്കൻഡ് അതോർത്തോ. അപ്പോൾ ഇങ്ങനെ രണ്ട് സീക്കൻഡ് ഉണ്ട്. എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് ഇത് മുട്ടുന്ന ഇങ്ങോട്ടൊരു ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ആംഗിൾ പി നമുക്ക് എക്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ ഉണ്ടല്ലോ, അത് വൈ ആംഗിൾ എന്താ പറയുക, ഒ എന്ന് പറഞ്ഞ ആംഗിൾ, അതായത് വൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ണും പൂട്ടി എഴുതാം 180 മൈനസ് 2x ആണ്. ഇതുകൊണ്ടാണ് പറഞ്ഞത് 13th ഡേയിലെ ഫോർമുല റിവിഷൻ സീരീസ് പോയി നോക്കാൻ. കാരണം അവിടെ വേറൊരു കേസിൽ 180 മൈനസ് എക്സ് എന്നാണ് വരുന്നത്, ഇവിടെ 180 മൈനസ് 2x എന്നാണ്. അതുപോലെ തന്നെ ഈ ആംഗിൾ കണ്ടോ, ആംഗിൾ ഒ സി ഡി, അത് എക്സ് ആയിരിക്കും. ആംഗിൾ ഒ സി ഡി ഒക്കെ ഉള്ളവർ ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതിക്കോ കേട്ടോ. ആംഗിൾ ഒ സി ഡി എക്സും ആംഗിൾ ഒ ഡി സി എക്സ് ആയിരിക്കും. ഓക്കെ, ഇതാണ് കാര്യം. ഓക്കെ, ഇനി ഇതെന്തുകൊണ്ടാണ് മറ്റേത് കൂടെ ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേതിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു സർക്കിൾ ഉണ്ട്, എന്നിട്ട് ഇങ്ങനെ ടാൻജൻ്റാണ് തുടങ്ങുന്നത്. ഇവിടെ സീക്കൻ്റാ ടാൻജൻ്റാ. അങ്ങനെ വരുമ്പോൾ ഈ സെൻറ്ററുമായിട്ട് ഈ ടാൻജൻറ്റ് മുട്ടുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പോയിന്റ് വൈ ഇത് എക്സും ആണെങ്കിൽ, ഈ വൈ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 180 മൈനസ് എക്സ് എന്നാണ് പറഞ്ഞത്. 180 മൈനസ് എക്സ്, ഇവിടെ 180 മൈനസ് 2x ആണ്. അത് നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. അതായത് എന്താ, 180 മൈനസ് എക്സ് ആണോ വലുത്, 180 മൈനസ് 2x ആണോ വലുത്? 180 മൈനസ് എക്സ് അല്ലേ വരുത്, 180 ചെറുത് പോകുന്നത് ഇതല്ലേ. അപ്പോൾ എന്താ, ഇത് നോക്കിയേ, ഇതല്ലേ ചെറുത്, ഇത് വലുത്. കണ്ടോ, ഇത് വലുത്, ഇത് ചെറുത്. അപ്പോൾ വലുതിൽ പോകുമ്പോൾ 180 മൈനസ് എക്സ്, ചെറുതിൽ പോകുമ്പോൾ 180 മൈനസ് 2x, വലുതിൽ പോകുമ്പോൾ 180 മൈനസ് എക്സ്, ചെറുതിൽ പോകുമ്പോൾ 180 മൈനസ് 2x. നിങ്ങൾ അങ്ങനെ പഠിക്കണം. ഈ ഒരു കൈയുടെ ഒരു മൂവ്മെന്റ് പഠിക്കണം. ഇത് ടാൻജന്റിന്, ഇത് സീക്കൻഡിന്. ഇത് ടാൻജന്റിന് 180 മൈനസ് എക്സ്, ഇത് സീക്കൻഡിന് 180 മൈനസ് 2x. അതുപോലെ തന്നെ ഇവിടെ ഇത് x/2 ആയിരുന്നു. ഇവിടെ എന്താ, ഒ സി ഡി എക്സും ഒ ഡി സി എക്സും ആണ്. അതും ഓർക്കണം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോ.